ഹലോ, എൻ്റെ പേര് ശ്രീഗിരി. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ കാലത്തിന് ശേഷം റിവ്യൂ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ റിവ്യൂസിൽ ലെങ്ത്തിൽ ഇല്ലത്തൊട്ട് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാകും കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പറഞ്ഞു പോവാം. അതുകൊണ്ട് ചെറിയൊരു റിവ്യൂ ആയിരിക്കും. ഏത് സിനിമയെ പറ്റി സംസാരിക്കാമെന്ന് നിങ്ങൾക്ക് അറിയാം. ഐ നോബഡി സിനിമ എനിക്ക് എങ്ങനെ ഫീൽ ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്കൊരു ആവറേജ് വാച്ചായിട്ട് മാത്രമേ ഫീൽ ചെയ്തിട്ടുള്ളൂ. അതിന്റെ കുറച്ച് റീസൺസ് പറയാം. ആദ്യം കുറച്ച് പോസിറ്റീവ്സ് പറയാം. സിനിമയുടെ ഏറ്റവും നല്ല പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് അതിന്റെ പെർഫോമൻസുകളാണ്. എസ്പെഷ്യലി രണ്ട് കൊച്ചു പിള്ളേർ, ആ പിള്ളേർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ത്രൂ ഔട്ട് റോളാണ്. അപ്പൊ നമ്മള് ആ കുട്ടികളെയും ശ്രദ്ധിക്കും, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആ പിള്ളേർ. പിന്നെ ബാക്കിയുള്ള കാസ്റ്റ് എല്ലാവരും നമ്മളെ സിനിമയിലൊക്കെ കണ്ടു മറന്നവർ തന്നെയാണ്, അല്ലെങ്കിൽ എല്ലാവരും സിനിമയിൽ കൂടെ തന്നെ വന്നവരൊക്കെ തന്നെയാണ്. അപ്പം എല്ലാവരും നല്ല എക്സ്പീരിയൻസ്ഡും ആണ്. ഒരു പെർഫോമൻസ് പോലും മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ പൃഥ്വിരാജ് ആൻഡ് പാർവതി രണ്ടും നല്ല പെർഫോമൻസ് ആണ്. രണ്ടു പേർക്കും കൊടുത്ത റോള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമയുടെ അടുത്ത പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് മ്യൂസിക്. ജെയ്ക്സ് ബിജോയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. മ്യൂസിക്കും ജെയ്ക്സ് ബിജോയുടെ കരിയർ ബെസ്റ്റ് ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഈ സിനിമയ്ക്ക് വേണ്ട ഒരു സംഭവം പുള്ളി കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നമ്മൾ കേട്ടിരിക്കുമ്പോൾ ഇത് ഇങ്ങനത്തെ സൗണ്ട് ആണല്ലേ എന്നുള്ള ഒരു ഫീൽ നമുക്ക് വരും. അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് നന്നായിട്ടുണ്ടായിരുന്നു. സിനിമ ഒരു സർവൈവൽ, ഒരു ഡ്രാമ, ഒരു കൈൻഡ് ഓഫ് പടമാണ്. സർവൈവൽ ഡ്രാമ എന്നൊക്കെ നമുക്ക് പറയാം. ആ ഒരു കാറ്റഗറിയിൽ പുള്ളി നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമയുടെ അടുത്തൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് സിനിമാറ്റോഗ്രാഫി ഫുള്ള് ഞാൻ പറയുന്നില്ല, പക്ഷെ ചില ഷോട്ടുകളുണ്ട്. എസ്പെഷ്യലി ഒരു കാറിന്റെ അകത്തെ ഷോട്ടുണ്ട്. കാറിന്റെ അകത്ത് വെച്ച് ട്രാൻസിഷൻ യൂസ് ഒക്കെ ചെയ്തിട്ട് ഒരു സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയായിരുന്നു. അതൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ഒക്കെ ചെയ്യും. അത് പ്രത്യേക രീതിയിലായിട്ട് എനിക്ക് നന്നായിട്ട് ഇത് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ എനിക്ക് പോസിറ്റീവായിട്ട് എടുത്തു പറയാനുള്ളൂ. നെഗറ്റീവില് പറയാനാണെങ്കിൽ നെഗറ്റീവായിട്ട് പറയുന്നില്ല, പക്ഷെ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ശ്രദ്ധിക്കാമായിരുന്നു തോന്നി. അതിൽ ഫസ്റ്റ് തിങ് ഇതിന്റെ റണ്ണിങ് ടൈം നമുക്ക് ആ ഒരു ലാഗ് നന്നായിട്ട് ഫീൽ ചെയ്യും. ലാഗ് എനിക്ക് തോന്നിയതാട്ടോ, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് ഹാഫിൽ 1.5 മണിക്കൂറും സെക്കൻഡ് ഹാഫിൽ 1:15, 1:18 അങ്ങനെ എങ്ങാണ്ടുണ്ട്. അത്രയും ഉണ്ട്, അത്യാവശ്യം ലെങ്ത് ഉണ്ട്. പക്ഷെ ഫസ്റ്റ് ഹാഫിനേക്കാളും കൂടുതൽ ലെങ്ത് എനിക്ക് ഫീൽ ചെയ്ത് സെക്കൻഡ് ഹാഫിലാണ്. ഫസ്റ്റ് ഹാഫ് കഥയിലോട്ട് കടന്നു കഴിഞ്ഞിട്ട് ഒരു നടുക്ക് ഭാഗത്ത് വെച്ച് കുറച്ച് ലാഗ് വന്നെങ്കിലും ഇന്റർവെല്ലൊക്കെ ആയപ്പോഴേക്കും ഹൈ ആയി. പക്ഷെ സെക്കൻഡ് ഹാഫ് എനിക്ക് ത്രൂ ഔട്ട് ഒരു ഡ്രാഗിങ് ഫീൽ ആവുന്നത്. അതായത് സംഭവം നമുക്ക് മനസ്സിലായി എന്താണ് അവിടെ സംഭവിച്ചെന്നുള്ളതും എന്താണ് ഇനി പറയാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു പിടി കിട്ടും. ആ പിടി കിട്ടുന്നത് പിന്നെ വലിച്ച് അതിലോട്ട് എത്തിക്കാൻ ഒരു താമസം വന്നതുപോലെ. ആ സീനൊക്കെ പറഞ്ഞ് പറയുമ്പോഴും അതങ്ങോട്ട് മുട്ടിച്ചിങ്ങനെ വന്ന് കൊളുത്തി ഇടാനൊരു ഭയങ്കര ബുദ്ധിമുട്ട്. അത്തരത്തില് അതിന്റെ ലെങ്ത് ഭയങ്കരമായിട്ട് കൂടിപ്പോയതുപോലെ എനിക്ക് തോന്നി. ഇതൊരു ഘട്ടത്തിൽ വെച്ച് വേണമെങ്കിൽ പറഞ്ഞ് ഫിനിഷ് ചെയ്ത് തീർക്കാൻ പറ്റും. അത്തരത്തിലൊരു സ്റ്റോറി ആയിരുന്നു, നല്ല പ്ലോട്ട് ആയിരുന്നു. പക്ഷെ സ്റ്റോറി ടെല്ലിംഗ് രീതി കൊണ്ടാണോ അല്ലെങ്കിൽ ഒരു കാര്യം കൂടുതൽ നമ്മളോട് പറഞ്ഞു തന്ന് ആ ഒരു എഫക്റ്റീവില് ഒരു ഒരു നെഗറ്റീവ് ഒന്നും ഇല്ലാതെ പറഞ്ഞു തരുന്നതിന്റെ ഭാഗമായിട്ട് അതിന് അതിൻ്റെതായ ഒരു ഇഴച്ചില് എനിക്ക് ആ ഒരു ഭാഗത്ത് ഫീൽ ചെയ്തു. സിനിമയിലെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് ആയിട്ട് ഞാൻ കാണുന്ന ആ ഒരു ഭാഗമാണ്. പിന്നെ ഞാൻ കണ്ട തിയേറ്ററിന്റെ പ്രശ്നമാണെന്ന് എനിക്കറിയില്ല, ചില ഭാഗങ്ങളിൽ കളർ ഗ്രേഡിങ് എനിക്ക് വീക്കായിട്ട് തോന്നി. ഒരു ക്രൗഡിന്റെ ഒക്കെ ഇടയിൽ കൂടെ ഒരു റണ്ണിങ്ങിന്റെ ഒരു ഷോട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ തുടക്കത്തിലെ കുറച്ച് സീനുകളൊക്കെ ഉണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ ടീസറിലും അല്ലെങ്കിൽ ട്രെയിലറിലും ഇന്നലെ ഇറങ്ങിയ ഒരു റിലീസ് ടീസറിലും ഒന്നും കണ്ട ഒരു കളർ ഗ്രേഡിങ് എനിക്ക് തിയേറ്ററിൽ വെച്ചതൊന്നും കാണാൻ സാധിച്ചില്ല. ഭയങ്കര ഹോട്ടായിട്ട് ഭയങ്കര വാം ഫീല് തോന്നി. പക്ഷെ എനിക്ക് അത്രയും ഒരു വാം ഫീല് കൊടുക്കണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. ചിലപ്പോൾ ഞാൻ കണ്ട തിയേറ്ററിന്റെ പ്രശ്നമായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗങ്ങളൊക്കെ എനിക്ക് കുറച്ച് അത്രയും വേണ്ടായിരുന്നു എന്നുള്ളൊരു ഫീൽ എന്റെ ഉള്ളിൽ നിന്ന് തന്നെ വന്നു കേട്ടോ. നിസാം ബഷീർ എന്നുള്ള ഡയറക്ടർ, പുള്ളിക്കാരൻ മുമ്പ് ചെയ്തു വെച്ച 2 പടങ്ങളും അതത് ജോണറിലെ ബെസ്റ്റ് പടങ്ങളാണ്. ഇത് ആ ഒരു ജോണറിലെ അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന സർവൈവൽ ഡ്രാമ എന്നൊരു ജോണറിലെ ഒരു ബെസ്റ്റ് കാറ്റഗറിയിലോട്ട് എത്താൻ പറ്റിയില്ല എന്നുള്ളത് ഒരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കെട്ടിയോളാന്റെ മാലാഖ എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഫീൽ ഗുഡ് കാറ്റഗറിയിൽ ഞാൻ റിപ്പീറ്റ് ആയിട്ട് ഇപ്പോഴും വാച്ച് ചെയ്യുന്ന ഒരു പടമാണ്. അതുപോലെ റൊഷാക്കൊക്കെ അന്ന് തിയേറ്ററിൽ കണ്ടൊരു എക്സ്പീരിയൻസ് എനിക്ക് ഇപ്പോഴും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ഫിയർ നമുക്കും തന്ന് കാണുന്നവനെയും അതുപോലെ തന്നെ ക്യാരക്ടേഴ്സിനും കൊടുത്ത് അത്രയും എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള ഒരു സിനിമ ചെയ്ത ഒരു ഡയറക്ടറിന്റെ ഒരു ഗ്രാഫ് കുറച്ച് താഴോട്ട് പോയതുപോലെ ഒരു ഫീലാണ് എനിക്ക് ഈ ഒരു സിനിമ കണ്ടപ്പോൾ തോന്നുന്നത്. സിനിമ ഒരു മോശം പടമെന്നല്ല, പക്ഷെ ഇത്തരം കാര്യങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കാമായിരുന്നു. കുറെയൊക്കെ ഭാഗങ്ങൾ ട്രിം ചെയ്ത് കട്ട് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് അടുക്കി പെറുക്കി അല്ലെങ്കിൽ ഒന്ന് പാക്ക് ചെയ്ത് വെച്ച് കൊടുക്കാമായിരുന്നു തോന്നി. പിന്നെ പോസിറ്റീവിന്റെ ഭാഗത്ത് ഞാൻ പറയാൻ വിട്ടുപോയിരുന്നു ആക്ഷൻ സീക്വൻസ്. ഇതിലെ ആക്ഷൻ സീക്വൻസ് ഞാൻ ശ്രദ്ധിച്ചൊരു
സംഭവം. അദ്ദേഹം ഒരു സാധാരണക്കാരനാണ്. ഒരു സാധാരണക്കാരൻ ഫൈറ്റ് ചെയ്യുന്നതും എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഫൈറ്റർ ഫൈറ്റ് ചെയ്യുന്നതും ഡിഫറെന്റ് ആയിരിക്കുമല്ലോ. ഈ സാധാരണക്കാരൻ ഇനീഷ്യലി ഫൈറ്റ് ചെയ്യുന്നതും ശേഷം അവൻ ഫൈറ്റ് ചെയ്ത് അവൻ അതിൽ എക്സ്പീരിയൻസ്ഡ് ആകുന്നതിന്റെ ആ ഒരു ട്രാൻസിഷൻ ഓരോ ഫൈറ്റിലും എനിക്ക് കാണാൻ പറ്റി. അത് ഞാൻ അതിലൊരു പോസിറ്റീവായിട്ട് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു ഫൈറ്റ് സീക്വൻസസ് അത്തരം രീതിയിൽ ഭയങ്കര കാറ്റഗറൈസ് ചെയ്ത് അല്ലെങ്കിൽ അറേഞ്ച് ചെയ്ത് കൊടുത്തത് അത് നന്നായിട്ടുണ്ടായിരുന്നു. പൃഥ്വിരാജിന്റെ ക്യാരക്ടർ, രാജീവ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ സാധാരണക്കാരനാണ്. ഈ സാധാരണക്കാരൻ ഫൈറ്റ് ചെയ്യുമ്പോഴും ശേഷം ഇവൻ ഇതുമായിട്ട് ഫെഡപ്പായി മടുത്തിട്ട് പിന്നീട് ഇവൻ ഫൈറ്റ് ചെയ്യുന്ന ഒരു സംഭവമൊക്കെ അതിന്റെ ഒരു ചേഞ്ച് ഒക്കെ നന്നായിട്ട് വിസിബിൾ ആയിരുന്നു. അപ്പാർട്ട് ഫ്രം ഇന്റർവെൽ എനിക്ക് അങ്ങനെ വേറൊന്നും ഫീൽ ചെയ്തില്ല. ഇന്റർവെൽ പോർഷൻ നന്നായിട്ടുണ്ടായിരുന്നു. ഇന്റർവെൽ പോർഷൻ കൊള്ളാം. ട്രാക്കിലോട്ട് വന്നു എന്ന് ഞാൻ കരുതി, പക്ഷെ പിന്നീടും സിനിമ ഡൗൺ, ഒരു ഗ്രാഫ് കുറച്ച് ഡൗൺ ആയി പോയതുപോലെ എനിക്ക് ഫീൽ ചെയ്തത്. ക്ലൈമാക്സ് ഒക്കെ അടുത്തപ്പോഴാണെങ്കിലും ഇതിങ്ങനെയാണ് വരാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടും അവർ പിന്നീടും എന്തൊക്കെയോ ഡ്രാഗ് ചെയ്ത് പിന്നീടും ഇങ്ങനെ വലിച്ച് നമ്മളിങ്ങനെ എത്താത്തൊരു കയർ ഇങ്ങനെ ഒരിടത്ത് എത്തിക്കുന്ന ഒരു ഫീല്, പിടിപ്പിച്ച് ഇട്ടൊരു ഫീൽ. അതിന്റെ നാച്ചുറലി ആ ഒരു കാര്യം പറഞ്ഞ് അവിടെ എൻഡ് ചെയ്യേണ്ടതിന് പകരം കുറച്ചും കൂടെ നീട്ടി വലിച്ച് അത്യാവശ്യം ഒരു ഇഴച്ചിൽ വന്നൊരു ഫീല് എനിക്ക് തോന്നി. ക്ലൈമാക്സും എനിക്ക് എന്തോ കുറച്ച് എവിടേക്കോ കണക്റ്റ് ആവാത്തൊരു ഫീല്. അപ്പം എങ്ങനെയാ അത് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറാണ്, അതുകൊണ്ടാണ് അതിന്റെ എങ്ങനെ ചെയ്തു എന്നുള്ളൊരു സംഭവം അതിലൊരു ക്ലാരിറ്റി എനിക്ക് കിട്ടാനുള്ളത് പോലെ തോന്നി. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഒരു ഓക്കെ വാച്ച് അല്ലെങ്കിൽ ഒരു ആവറേജ് എബോവ് ആവറേജ് വാച്ചായിട്ട് മാത്രമേ എനിക്ക് നോബഡി സിനിമ ഫീൽ ചെയ്തിട്ടുള്ളൂ കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കണം എന്നില്ല. ഈ സിനിമയുടെ പേസ് സിനിമ കണ്ടതിന് ശേഷം നിങ്ങൾക്കും ചിലപ്പോൾ ഈ ഒരു പേസിലുള്ള സിനിമകളൊക്കെ ആയിരിക്കും ഇഷ്ടം. ചിലപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരാം, ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം. ഇത് എൻ്റെ മാത്രം പേഴ്സണൽ ഒരു അഭിപ്രായമാണ് കേട്ടോ. സിനിമ മോശമാണെന്നല്ല, സിനിമ എനിക്കൊരു ആവറേജ് തിയേറ്ററിക്കൽ വാച്ചായിട്ട് മാത്രമേ ഫീൽ ചെയ്തുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കണമെന്നില്ല. നിങ്ങൾ ഈ സിനിമ കാണാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങൾ സിനിമ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് സെക്ഷനിൽ വന്ന് പറയുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ സിനിമ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലായ അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ വീഡിയോയിൽ നിന്ന് കിട്ടിയതെങ്കിൽ അതും താഴെ കമന്റ് സെക്ഷനിൽ വന്ന് പറയുക കേട്ടോ. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.